ഹലോ, ആൻ്റണി ആണോ? ഏട്ടാ ജോൺ പറഞ്ഞിട്ട് വണ്ടി എടുക്കാൻ വന്നേ. ജോൺ പറഞ്ഞായിരുന്നു, വാ കയറിയിരി. ഇല്ല ഏട്ടാ, കുറച്ച് തിരക്കുണ്ടേ പോയിട്ട്. വണ്ടി തേക്കി കിടക്കുന്നേ. കുറച്ച് പഴയതാണ്, 2000 മോഡലാണ്. ഞാൻ സ്ക്രാപ്പ് ചെയ്തിട്ടേക്കായിരുന്നു. അപ്പോഴാണ് ജോൺ ഇന്നലെ വിളിച്ച് പറഞ്ഞ് നിനക്കിങ്ങനെ ആവശ്യമുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ ഇന്നലെ സ്ക്രാപ്പ് ചെയ്യേണ്ടായിരുന്നു. എങ്ങനെ കുറേ ദൂരം ഓടിക്കാനുണ്ടോ? ഇല്ല ഏട്ടാ, എനിക്ക് നാളത്തെ ഒരു 2 മണിക്കൂർ കേസ് അത്രേ ഉള്ളൂ. അതിന് കുഴപ്പമില്ല, അതൊക്കെ ഇത് ഓടിക്കോളും. ഈ ഒരു കാര്യം ചെയ്യ്, എൻ്റെ വീട് ബെല്ലവ്യൂലല്ലേ? ബെല്ലവ്യൂ. ഞാൻ അവിടെ വന്ന് എടുത്തോളാം വൈകുന്നേരം വണ്ടി. നാളെ തന്നെ കൊടുക്കണം അല്ലേ? നാളെ തന്നെ കൊടുക്കണം, കാരണം ഞാൻ ഇന്നലെ സ്ക്രാപ്പ് ചെയ്തിട്ടിരുന്ന വണ്ടിയാണ്. ഓക്കെ. അപ്പോൾ അവൻ വിളിച്ച് പറഞ്ഞുകൊണ്ട് മാത്രം ഇട്ടതുവാ. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ശനിയും ഞായറും സ്ക്രാപ്പ് ഉണ്ടാവില്ല, പിന്നെ എനിക്ക് തിങ്കളാഴ്ച ഒഴിവില്ല. അപ്പോൾ നാളെ തന്നെ കൊടുക്കണം. അത് സീനില്ല, അത് സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ അവിടെ വന്ന് എടുത്തോളാം വണ്ടി. പിന്നെ നീ ഒരു കാര്യം ഇവിടെ നോക്കണം, നീ എൻ്റെ ട്രങ്ക് ക്ലോസ് ചെയ്യരുത്. എന്നാ പറ്റി? ക്ലോസ് ചെയ്താൽ പിന്നെ തുറക്കാൻ പറ്റില്ല, ഇതിപ്പോൾ ഓൾറെഡി ഓപ്പൺ ആണ്. നീ ഇത് ക്ലോസ് ചെയ്യണ്ട. ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അകത്ത് കയറി ക്ലാമ്പൊക്കെ ഇട്ട് തുറക്കണം. അത് സീനില്ലേട്ടാ, എനിക്ക് കുറച്ച് വണ്ടിപ്പണിയൊക്കെ അറിയാം. നീ എന്തായാലും ക്ലോസ് ചെയ്യണ്ട, പഴയ വണ്ടിയല്ലേ. ഇങ്ങനെ ഇരിക്കട്ടെ. ഓക്കെ ഏട്ടാ, ഞാൻ പോയി ചാവി എടുത്തിട്ട് വരാം. ശരി. പറയടാ. ഞാൻ എന്താണ്ട് ഇവിടെ വണ്ടി എടുക്കാനായിട്ട് വന്നേ. ജോൺ പറഞ്ഞിട്ട്. പിന്നെ നാളെ കുറച്ച് പരിപാടിയുണ്ട്. എൻ്റെ പൊന്നളിയാ വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ പോയതാ, വെറുതെ ഒരു $100-300 മുടക്കി, ഒന്നും നടന്നില്ല. എടാ ഇതല്ലടാ നീ അന്നും പറഞ്ഞേ. ഇതും വല്ല ഉടായ്പാണെങ്കിൽ പിന്നൊരു കാര്യം പറഞ്ഞ് എന്നെ വിളിക്കരുത്. എന്തായാലും നീ ഒരു കാര്യം ചെയ്യ്, അയച്ചിട്ടേക്ക്, നമുക്ക് നോക്കാം. ഞാൻ വിളിക്കാടാ. ഇതാ, അപ്പോൾ നാളെ വൈകുന്നേരം കാണാം. ഓക്കെ, വന്നെടുത്തോളാം. ശരി എന്നാൽ. അതാരത്? അത് ജോണിന്റെ ഫ്രണ്ട് ആന്റണി, കാർ എടുക്കാൻ വന്നയാ. അവന്റെ മുഖത്ത് മൊത്തം ഒരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അവൻ പാവാ. exciting game at prospect as Real Madrid get it underway. എന്നാ പരിപാടി? സിനിമ എടുത്ത് അന്നത്തെ മലയാളം മൂവിയാണോ? അത് തന്നെ. സെറ്റ് സെറ്റ്. ഇത് തന്നെ പണിയല്ലേ? എടാ ഇവിടെ കൊടുക്കും. വെറുതെ അല്ല നോക്കുന്നു. ഓ സീൻ കളിയാതെ ഫ്രിഡ്ജിലെല്ലാം മൂടുമുന്തിരി ഉണ്ട്, അടിക്കും. പൊളിയുണ്ടല്ലോ. എങ്ങനെ മൂടല്ലേ? എൻ്റെ മെഷീനും
എന്താ കറി? അളിയെന്ന് ചിക്കൻ കറിയും ചോറും സെറ്റാക്കാം. നീയാണോ സെറ്റ് ചെയ്യണം? യാ നടക്കട്ടെ. ഓക്കേ. എടാ നമുക്ക് ഇരിക്കാം. ആടാ ഇരിക്കാം. വാടാ. ഹായ്. എന്താണ്? എപ്പോൾ എത്തി? ആടാ ഇപ്പം എത്തിയുള്ളൂ. മറ്റേ വണ്ടി സെറ്റായോ? കിട്ടി. നാളെ രാവിലെ പോണം. നാളെ രാവിലെ തന്നെ പോകണമല്ലേ? യെസ് പോണം. എടാ ഞാനേ ഷിഫ്റ്റിന് പോവാം. ഇപ്പം നിന്നെ നേപ്പിക്കാൻ വന്നതാണ്. എന്ത് പച്ചവെള്ളം? എടാ പച്ചവെള്ളമൊന്നുമല്ല, ഇതൊരു ട്രക്കാണ്. കൺട്രോൾഡ് സബ്സ്റ്റൻസാ. പക്ഷെ കണ്ടിട്ട് വെള്ളം പോലുണ്ടല്ലോ. എടാ ഇത് ഞങ്ങൾ ഹോസ്പിറ്റലിൽ ജനറൽ അനസ്തേഷ്യ കൊടുക്കുന്ന പേഷ്യൻസിന്. അപ്പോൾ ഇത് അടിച്ച പേഷ്യൻസൊക്കെ പറഞ്ഞിട്ട് ഒരു പ്ലസൻറ്റ് ട്രിപ്പാണെന്ന്. ഓക്കെ. അപ്പോൾ ഇത് നമ്മുടെ ആവശ്യത്തിന് ഞാനൊന്ന് പിടച്ചതാ. ഞാൻ 2 അടിച്ചിട്ട് ഇല്ലില്ല, അടിക്കാറായിട്ടില്ല. ഞാനേ ഒന്ന് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് സേഫായി കഴിയുമ്പോൾ നമുക്ക് അടിക്കാം. പക്ഷേ സീൻ എന്താ വെച്ചാൽ നമ്മുടെ പിള്ളേരില്ലേ, ആ ജേക്കബ് രാകേഷ് ഇത് കണ്ട് അവന്മാരിത് ഞാനെന്ന് പോയി കഴിഞ്ഞാൽ എടുത്തടിക്കും. അപ്പോൾ നീ ഇതെടുത്ത് വെക്കണം. നീ ഇത് അടിക്കരുത്, വേറെ ആർക്കും കൊടുക്കരുത്. ഇത് അടിച്ചു കഴിഞ്ഞാൽ ഒന്നുകിൽ ആൾ തട്ടിപ്പോവും, അല്ലെങ്കിൽ 2-3 ദിവസം കിടപ്പിലായിരിക്കും. ഞാനെടുത്ത് അടിക്കില്ലല്ലേ, പക്ഷെ അവന്മാരുടെ അടുത്ത് പറഞ്ഞാൽ മനസ്സിലാവണ്ടേ? അതല്ലേ നിൻ്റെ കയ്യിൽ തന്നെ. എടാ എവിടെ അവർക്ക് അറിയില്ല നിൻ്റെ കയ്യിലുണ്ടെന്ന്. എവിടെ വെച്ചാലും അവന്മാർ തുറന്നെടുക്കും. അത് നീ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്ക്. അപ്പം ഞാൻ ഇറങ്ങുകയാണ്. ഇതിന് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ശരി, ഓക്കെ, ബൈ. ശരി, പോയിട്ടോ. എപ്പോൾ വരും? ഡ്യൂട്ടി കഴിഞ്ഞാൽ രാത്രി അല്ലെങ്കിൽ നാളെ. നടക്കട്ടെ. ഹലോ. അമ്മേ, ഷിഫ്റ്റ് കഴിഞ്ഞു വീട്ടിലോട്ട് പോന്നു. നടന്നുകൊണ്ടിരിക്കാം ഒറ്റയ്ക്ക. പിന്നെ എന്നെ കൊണ്ടാക്കാൻ വേണ്ടി ആൾക്കാരെ വിളിച്ചെണീപ്പിക്കാൻ പോവല്ലേ. അവർക്കും ഇല്ലേ ഷിഫ്റ്റൊക്കെ. അമ്മേ ഒന്ന് പോവുമാ, ഞാനിപ്പോൾ എത്തും. ടയർഡാ, ഞാൻ വീട്ടിലെത്തിയിട്ട് വിളിക്കാം. ഇവന്മാർക്ക് ഇത് കൊണ്ട് കഴിയില്ല. ഗായ്സ്, ആരും ഫോൺ അടിക്കുന്നു. ഫോൺ അടിക്കുന്നു. ആര് കേൾക്കാൻ? എടാ അമ്മ വിളിക്കുന്നു, ഫോൺ അടിക്കുന്നു. ഇതെത്ര മിസ് കോൾ ആവാൻ എന്താ ഭ്രാന്തോ? ആടി, നീ എപ്പോഴാ വന്നേ? ലേറ്റായി ഇന്ന്. നിന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞപ്പോൾ അമ്മ എന്നെ വിളിച്ചായിരുന്നു. ഫ്രീ ആണെങ്കിൽ നിന്നെ പിക്ക് ചെയ്യാമെന്ന്. എന്നാ ചേടി?
നീ എന്തോടെ ഇങ്ങനെ ഇരിക്കുന്നത്? നിനക്ക് എന്തോ പറ്റിയേ? നീ വിചാരിക്കും പോലെ അല്ല സമയം. നീ വിചാരിക്കും പോലെ അല്ല. സീരിയസ് ആയിട്ട് ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. എനിക്ക് പോണം. എടി ഞാൻ പറയണമെന്ന് കേക്ക് നീ. ഇല്ല എന്നെ തുടരുത്. എടി നീ വിചാരിക്കും പോലെ അല്ല. തുടരുത്. ബഹളം വെക്കല്ലേ. ഞാൻ പറയണമെന്ന് കേക്ക് നീ. എടി കാണാൻ അതുപോലെ ഒരാളെന്നേ ഉദ്ദേശിച്ചുള്ളൂ. എടി നീ വിചാരിക്കും പോലെ അല്ല. എന്നെ പറയാൻ സമ്മതിക്കൂ നീ. എടി നമ്മുടെ കൂടെ ഉള്ള ഒരു ഞാൻ പറയുന്നൊന്ന് കേക്ക് നീ. എടി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് അയച്ചൊന്നും അല്ല. എടാ നിന്നെ ഞാൻ എൻ്റെ ബ്രദറിനെ പോലെ കണ്ടതല്ലേടാ. എനിക്കറിയാം. ഞാൻ പറഞ്ഞില്ല നീ വിചാരിക്കുന്നതല്ല. എൻ്റെ അടുത്തൊന്നും മിണ്ടണ്ട. പറയുന്ന കേക്കാൻ വിട്ടേ. ആദ്യം നീ എൻ്റെ സൈഡ് കൂടെ കേക്ക്. ഞാനത് പറഞ്ഞോ. എന്തോ നീ എന്താ ദേവിക ദേവിക ഡീ എന്താ പറ്റിയേ? ഡീ ആ എണീറ്റാ? ആടാ പെണ്ണിട്ടുള്ളൂ. കളിയാ വണ്ടി ഏതാണ്? എടാ മറ്റേ ഇന്നലെ പറഞ്ഞില്ലേ മറ്റൊരു പരിപാടി ഉണ്ടെന്ന്, അതിനുണ്ടെന്ന്. ഓ ആ ഒരു ദിവസത്തേക്ക് അത് മതി. അതൊക്കെ മതി. പിന്നെ നിങ്ങൾക്ക് ആർക്കും ജോലിയില്ല? എനിക്ക് വൈകിട്ടാടാ. വൈകിട്ടോ? നിനക്കോ? എനിക്ക് PCCക്ക് നോക്കിയിരിക്കണം. അത് കിട്ടാണ്ട് പണിക്ക് പോകാൻ പറ്റില്ല. അപ്പം ജോലിയില്ല കുറച്ച് നാളത്തേക്ക്. ജേക്കബിന് എന്തിനാ പണി? ജേക്കബ് റിച്ച് അല്ലേ? ആ വാക്കി ഇനി നീ എനിക്ക് ഇട്ട് വെക്കി. നിനക്കോ? എനിക്ക് ഓവർനൈറ്റാ. ഓവർനൈറ്റ് എന്താ? ഓവർനൈറ്റാ? ഓവർനൈറ്റാ KFCയിലാ. പിന്നെ എന്നാ ശരി നടക്കട്ടാ, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. ഓക്കെ എന്നാ പോയിട്ട് വാ. കാണാം. ശരി കാണാം. ശരി എന്നാ പോയിട്ട് വാ. നീ ആളെ കൊല്ലൂ? നീ ഇങ്ങനെ വഴി നിറഞ്ഞെന്ന് ഞാൻ പിന്നെ എന്താ ചെയ്യണ്ടേ? നീ ദേവുവിനെ കണ്ടോ? ഇല്ല. എന്തേ? ഞാൻ രാവിലെ എണീറ്റിട്ട് അവളെ കണ്ടില്ല. വിളിച്ചു നോക്കി, അനക്കൊന്നുമില്ല. നീ അപ്പുറത്തൊക്കെ നോക്കിയായിരുന്നോ? അവൾ ഇവിടെ എവിടെയെങ്കിലും കാണും. എനിക്ക് കുറെ പരിപാടിയുണ്ട്, നീ ഒന്ന് പോയേ. എന്ത് ടെടി? എടാ ദേവികേനെ എവിടെയെങ്കിലും കണ്ടായിരുന്നോ? അവളോടെ പോവാനാ? അതല്ലേ നിന്റെ അടുത്ത് ചോദിച്ചേ. അവിടെ ഫോണിൽ ട്രൈ ചെയ്ത് നോക്കിയോ? ഒത്തിരി തവണ ട്രൈ ചെയ്ത് നോക്കി. കോള് പോകുന്നുണ്ട്, പക്ഷെ ആളെടുക്കുന്നില്ല. അവളാ ഡോണയുടെ വീടിന്റെ അടുത്തൊല്ലും ഉണ്ടാവും. ഞാൻ അവരെ വിളിച്ചു നോക്കി, പക്ഷെ അവര് പറയുന്ന അവള് അവരുടെ അടുത്ത് എത്തിയിട്ടില്ലെന്നാ. ഇവളെ വിളിച്ചു കഴിയുമ്പം കുറേ നേരം റിങ് ചെയ്യുന്നുണ്ട്, നേരെ വോയിസ് മെയിലേക്ക് പോവാ. സീനാവൂ. ചുമ്മാ പേടിപ്പിക്കാടാ. അളി അവളെ ഫോൺ എടുക്കാണ്ട് അടുത്തെങ്കിലും പോയതായിരിക്കും. നിങ്ങൾക്ക് എന്ത് ചെയ്യും ചുമ്മാ? അവള് ഫോൺ എടുക്കാണ്ട് എപ്പോഴും ഫോൺ കുത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അവളെ ഫോൺ എടുക്കാണ്ടൊന്നും എവിടെയും പോകത്തില്ല. എന്തായാലും നിങ്ങളത് നോക്ക്, എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്, ഞാൻ പോവാം. ആളിയാ വിട്ടോന്നോ? ഞങ്ങൾ പോയിക്കോളാം. വാടാ ഒന്ന് നോക്കാം. ആടാ എന്താടാ? ഡോക്ടറെ നിങ്ങൾ ദേവിയെ കണ്ടായിരുന്നോ? ഇല്ല. എന്തേ? ചേച്ചിയെ കാണുന്നില്ലേ? എടാ കുറേ നേരമായിട്ട് വിളിക്കുന്നു, കാണുന്നുമില്ല എവിടെയും. എടാ നിന്റെ അടുത്തൊന്നും പറഞ്ഞില്ലേ? ഒന്നും പറഞ്ഞില്ലടാ. ഇവിടെ ഉണ്ടാവും, അവൻ കുറച്ച് കഴിയുമ്പോൾ വരും. വലിയ സീനൊന്നും ഉണ്ടാവത്തില്ല, നമുക്ക് എന്തെങ്കിലും സെറ്റ് ചെയ്യാം. അതിന് ഒരു ചായ ഇട്ട് തരൂ. പാലൊന്നും ഇല്ല. ഗ്രോസറി വല്ലതും വാങ്ങിച്ചോ? ഇല്ലല്ലോ. അല്ലേ കട്ടൻ ചായാലും മതി, എന്തേലും ആവട്ടെ. എടാ നിങ്ങൾ ആരെങ്കിലും ഇന്നലെ ഗ്രോസറി വാങ്ങിച്ചായിരുന്നോ?
ഞാനൊന്നും വാങ്ങിച്ചിട്ടൊന്നുമില്ല. അപ്പൊ അതാരാ വാങ്ങിച്ചേ? എടി ഇത് ദേവികയുടെ ഫോണല്ലേ? എവിടെ? മോളി നീട്ടിയോ? ആ ഇത് അവളുടെ ഫോണാണല്ലോ. അമ്മ വിളിക്കുന്നു. ആരെങ്കിലും ഒന്ന് എടുക്ക്. ലൗഡ് സ്പീക്കർ. ഹലോ ആന്റി, ഇത് രാഹുല. രാഹുലായിരുന്നോ? മോനെ അവളെന്തിയേ? ടൈമിൽ കോള് കാണാഞ്ഞോണ്ട് വിളിച്ചതാ. ആന്റി, അവള് പുറത്തു പോയാന്ന് തോന്നുന്നു. അവള് ഫോൺ എടുക്കാൻ മറന്നുപോയി. ഫോൺ എടുക്കാൻ മറന്നുപോയോ? അങ്ങനെ വരേണ്ടതല്ലോ. ഇന്നലെ രാത്രി വീട്ടിൽ വന്നപ്പോ വരെ വിളിച്ചായിരുന്നു. പിന്നെ കോളൊന്നും കണ്ടില്ല. അവള് വരുമ്പോ ഇങ്ങോട്ടൊന്ന് വിളിക്കാൻ പറയണേ. ഓക്കെ ആന്റി, വരുമ്പോ വിളിക്കാൻ പറയാം. ഓക്കെ അല്ലേ? ഇതിങ്ങനെ വെച്ചോണ്ടിരുന്നാ പറ്റത്തില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ പോലീസിനെ വിളിക്കാം. എടാ നിനക്കെന്ത് പ്രാന്താണോ? ഇതിപ്പോ ഇവിടെ ഉള്ളവർക്കേ അറിയാവൂ. ഇനി ഇത് പോലീസുകാരെല്ലാം വിളിച്ച് ഇനിയും ഇതൊരു സീനാക്കണോ നിനക്ക് ഇവിടെ? അളിയെ വെറുതെ പോലീസിനെ വിളിച്ചിട്ട് വിഷയം ഉണ്ടാകില്ല കേട്ടോ. ഒന്നാമത് PCCക്ക് അപ്ലൈ ചെയ്തിരിക്കുകയാണ്. എടാ വിളിക്കാണ്ട് വേറെ എന്ത് ചെയ്യാനാടാ? അവളുടെ ഫോൺ ഇവിടെ ഉണ്ട്, ഗ്രോസറി ഇവിടെ ഉണ്ട്, നമുക്കാണെ അറിയൂല. പിന്നെ എന്ത് ചെയ്യാനാടാ? നമുക്ക് പ്രാക്ടിക്കലായി 2 കാര്യം ചെയ്യാവുള്ളൂ. ഒന്നുമില്ല, നമുക്ക് തന്നെ പുറത്തിറങ്ങി പോയി നോക്കേണ്ടി വരും, അല്ലെങ്കിൽ നമ്മൾ എന്തായാലും പോലീസിൽ അറിയിക്കേണ്ടി വരും. എടാ നമുക്ക് പോലീസിനെ വിളിക്കാടാ. എടാ നമുക്കിപ്പോ എടുത്തിയാടി ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അവളൊരു കൊച്ചു കുട്ടിയൊന്നുമല്ല, അവളൊരു വലിയ പെണ്ണ. അവൾ അവളുടേതായ ആവശ്യത്തിന് എവിടെയെങ്കിലും പോയതായിരിക്കും. നിങ്ങൾ കുറച്ച് നേരം കൊണ്ടൊന്ന് വെയിറ്റ് ചെയ്യും, അവൾ വന്നോളും. എന്തായാലും ഇത്ര നേരം നോക്കിയില്ലേ? കുറച്ച് സമയം കൂടി നോക്കാം. വെറുതെ ഇപ്പൊ തന്നെ പോലീസിനെ വിളിക്കണ എന്തിനാ? എനിക്കാണെങ്കിൽ രാവിലെ കുറച്ച് പരിപാടിയുണ്ട്. ഇന്നലെ ആ വണ്ടി വാങ്ങിച്ചോണ്ട് അവിടെ ഇട്ടേക്കുന്നേ. അതിന്ന് ഉച്ചയ്ക്ക് തിരിച്ചു കൊടുക്കാന്ന് പറഞ്ഞേ. ഇപ്പം അതാ ഉച്ചയായി. എനിക്ക് ഇപ്പം എങ്കിലും പോയേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പോവുക. നീ എന്നാ പോ. ആരും എങ്ങോട്ടും പോകുന്നില്ല. ഇത്രയും വലിയ പ്രശ്നം നടക്കുമ്പോൾ അവൻ്റെ പരിപാടി ഒരുത്തനും പോകണ്ട. അത് തന്നെ എനിക്കും പറയാനുള്ളൂ. ദേവികയുടെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കിയിട്ട് ആരെങ്ങടാന്ന് വെച്ചാൽ പൊക്കും. അതുവരെ എല്ലാവരും ഇവിടെ വേണം. അതിനിടയ്ക്ക് നീ ഏത് നിനക്കറിയോടാ? ആരാ? അയ്യോ, ബേസിലോ? ഏത് ബേസില്? ആ വാണത്തിനൊക്കെ ഇങ്ങോട്ട് വിളിക്കുന്നത്. ഞാൻ പിന്നെ ചാർജർ എടുക്കാൻ മറന്നുപോയി. അതറിയാൻ വന്നു. ഇവര് അന്ന് കൊടുത്തൊന്നും പോരാ. വാൾമാർട്ടിൽ വെച്ച് ദേവിക അടുത്ത് അലമ്പുണ്ടാക്കിയാലും. എടാ ഇതാ രാഹുലിൻ്റെ വീടല്ലേ? നീ ആയിട്ട് വാൾമാർട്ടിൽ സീൻ പിടിച്ചേ? മൈലം തന്നെ. അവൻ ഇവിടെയാണോ താമസം? അത് ഇവനും അവന്മാരെല്ലാം ഇപ്പോൾ ഒരുമിച്ചല്ലേ. എന്തെങ്കിലും ആട്ടെ, നമുക്ക് സാധനം വേഗം കൊടുത്തിട്ട് പെട്ടെന്ന് പോകാം. അതിങ്ങടുത്തറ. നീ എന്താ ഈ സാധനം പോലെ ഒന്നും എടുത്തോണ്ടാവത്തെ? അത് ഞാൻ ഇന്നലെ പെട്ടെന്ന് ഇറങ്ങി വിട്ടുപോയി. നിന്റെ തന്ത അല്ലേ പെട്രോൾ അടിക്കുന്നത്? കൊണ്ടുപോ. മെലിൻ ചേട്ടനല്ലേ? അതെല്ലോ. ദേവി ചേച്ചി നിങ്ങളുടെ കൂടെ അല്ലേ പണിയെടുക്കുന്നത്? ദേവിക അറിയില്ല? അവിടുത്തെ കുഞ്ഞു ദേവിയുടെ അവളെന്നെ. മനസ്സിലായി. ചേച്ചി ഇന്നലെ ഇറങ്ങുമ്പോൾ ലേറ്റ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. ഇതുവരെ വന്നിട്ടില്ല. നിങ്ങളങ്ങനെ ഇന്നലെ കണ്ടായിരുന്നോ? അറിയുന്നവരൊക്കെ ഉണ്ടല്ലോ. നീ ആരോട് ചോദിക്കടാ? നീ എന്തിനാ ഞങ്ങളോട് ചോദിക്കുന്നേ? അവള് ഇന്നലെ നമ്മുടെ മാത്യൂസിന്റെ ഇല്ലേ, അവനുമായി കുറച്ച് മാത്യൂസിന്റെ ആണെങ്കിൽ മാത്യൂസിനെ നീ വിളിക്കണം. എന്തായാലും മാത്യൂസിനെ നീ വിളിക്കണം. ബേസിലെ നീ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു. ഇനി ഈ മാതിരി കൊണയടിച്ചാ സീനിയറാന്ന് നോക്കത്തില്ല. വണ്ടി എടുത്ത് പോടാ. കാണടാ. എടാ ഇത് നടപടിയാവില്ല. നമുക്കെന്നാ 911 വിളിക്കല്ലേ? വെറുതെ നിന്നെ അവരെയൊക്കെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തണേ. ഇനി പോലീസുകാരെ തൊട്ട് വേറെ പ്രശ്നം ഉണ്ടാക്കാനാണോ? അങ്ങോട്ട് പോയാൽ മതി, അതാ നല്ലത്. രാകേഷേ വാടാ, നമുക്ക് അങ്ങോട്ടൊന്ന് പോവാം. എന്നാ പിന്നെ നിങ്ങൾ വിട്ടോടാ, ഞാൻ പുറകെ എത്തിയേക്കാം. ആടാ, ശരി 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 ശരി. പെട്രോൾ ഉണ്ടാവും. ശരിടാ. അറിയാൻ പാടില്ലടാ. നമുക്കുള്ള ആന്റണി ഇല്ലേ? അകത്തുണ്ട്. ഒന്ന് വിളിക്കുവോ? വിളിക്കാം.
ആന്റണി, ആ നിന്നെ കാണാൻ ആരാ വന്നിട്ടുണ്ട്? ആരാ? എനിക്കറിയത്തില്ല. ആന്റണി, നേരത്തെ എത്തിയാ? ജോർജ് ചേട്ടനോ? ഞാൻ ഇതിൽ പോയപ്പോ കാറ് കിടക്കണ കണ്ടപ്പോ കയറിയതാ. എന്തായി പരിപാടി കഴിഞ്ഞാ? പരിപാടിയൊക്കെ നീ ഒരു കാര്യം ചെയ്യ്, താക്കോലിട്, ഞാൻ നേരെ സ്ക്രാപ്പിൽ പോവാ. ചേട്ടാ ഞാൻ കൊണ്ടുവരാനായിട്ട് ഇറങ്ങിയതാ. ഇല്ലടാ, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ വന്നെടുത്തോളാന്ന്. നീ താക്കോലിട്. ചേട്ടാ പിന്നെ മഴയല്ലേ, എന്തെങ്കിലും സഹായമൊക്കെ വേണമെങ്കിൽ ഞാനും കൂടെ വരാം. വേണ്ട വേണ്ട, നേരെ സ്ക്രാപ്പിൽ പോയിട്ട് ചെറിയ പരിപാടി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ടേക്കാ. നീ താക്കോലെടുത്ത് തരാം, ഞാൻ പോയേക്കാ. എടാ, നിന്നോട് ഞാൻ ട്രങ്ക് അടയ്ക്കല്ലേന്ന് പറഞ്ഞല്ലടാ. അത് ചേട്ടാ തുറന്നിരുന്നോണ്ട് ഞാൻ ജസ്റ്റ് നടച്ച, ഞാനൊന്ന് വിട്ടുപോയി ആ സംഭവം. ഞാനിപ്പോൾ ഇതൊക്കെ സ്ക്രാപ്പ് ചെയ്യാൻ പോവാണ്. ഇനി ഇതിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിക്കരുത്, ഒന്നും കിട്ടത്തില്ല. ഇല്ല അതിലൊന്നുമില്ല, ഞാൻ നോക്കിയാ സീനൊന്നുമില്ല. ഉറപ്പല്ലേ? ഞാൻ പോട്ടെ. നീ ഒന്നും വെച്ച് മറന്നിട്ടില്ലല്ലോ അല്ലേ? ജസ്റ്റ് ഒന്ന് നോക്കിയാലോ പുള്ളി? ജസ്റ്റ് ഒന്ന് നോക്കിയേക്കടാ. ഒന്ന് നോക്കിയേക്ക്. നോക്കണോ? ആ ചേട്ടാ എന്നടാ? എന്നാ ഞാനൊന്ന് ജസ്റ്റ് നോക്കട്ടെ. ഓ ആ ഓക്കെ. What's up, guys? Hey, Noah. What's up, Noah? Good, how are you? Where's your car, man? Took the board, it's raining. Okay. And me, I'm Dua. How are you? How's it going? Crazy weather today. Doing good? It's good. What? Well, terrible, but I gotta do it, you know what I mean? It's keeping me busy. Oh, okay. Are you guys working lots? Yeah, pretty busy lately. Nice. That's you know there's a girl in the back of the car, right? What? With him driving off right there? I thought it was a prank. Vada!